സോ ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. വളരെ സന്തോഷത്തോടെയാണ് ഈ വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, കാരണം ഈ വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ട് 1.5 വർഷമായി. ഇത് കഴിഞ്ഞ് നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് സ്ഥലത്ത് തായ്ലൻഡിലേക്ക് എങ്ങനെ ഒരു ബഡ്ജറ്റ് അല്ല, എന്നാലും ഒരു എൻജോയബിൾ ട്രിപ്പ്, ഭയങ്കര എക്സ്പെൻസീവ് അല്ല, ഭയങ്കര ബഡ്ജറ്റും അല്ല, ഒരു മിഡിലിൽ എങ്ങനെ ഒരു നല്ല ട്രിപ്പ് പ്ലാൻ ചെയ്യാമെന്നാണ്. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി റിസർച്ച് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. 1.5 വർഷമായി, പക്ഷെ ഇതുവരെ ഇടാൻ പറ്റിയില്ല. കൊറോണ വന്നു, തായ്ലൻഡ് ഇപ്പോഴും ഓപ്പൺ ആയിട്ടില്ല, പക്ഷെ അവിടെ ഞാൻ ഓപ്പൺ ആവും. ആൻഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, നിങ്ങൾ ഫസ്റ്റ് എവിടെയെങ്കിലും ഒരു എബ്രോഡ് ട്രിപ്പ് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പോയിട്ടില്ലെങ്കിൽ ഇതുവരെ, ഫസ്റ്റ് പ്ലേസ് ടു പ്ലാൻ ഇസ് തായ്ലൻഡ്. കാരണം ഇറ്റ്സ് വെരി ചീപ്പ് ആൻഡ് ഇറ്റ്സ് ആക്ച്വലി മെയ്ഡ് ഫോർ എ ടൂറിസ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥലം പോലെയാണ്. ചീപ്പ് ഫുഡ്, നല്ല ഇൻഫ്രാസ്ട്രക്ചർ, ചീപ്പ് ട്രാവൽ, എല്ലാം കൊണ്ടും അടിപൊളി ഒരു സ്ഥലമാണ്. അതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവാം. എന്തായാലും ഞാൻ അധികമൊന്നും സംസാരിക്കുന്നില്ല, നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് പോവാം. ആൻഡ് തായ്ലൻഡിൽ പോവാത്തവര് ട്രൈ ടു വിസിറ്റ് തായ്ലൻഡ് ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് യു ലൈഫ്. ഞാൻ ആക്ച്വലി OHF നമ്മൾ പോകുമ്പോൾ എല്ലാവർക്കും നമ്മുടെ കൂടെ വരാനുള്ള രീതിയിലൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് ലിബിൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവരവരുടെ ചിലവൊക്കെയാണ്, പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരേ സ്ഥലത്തൊക്കെ പോകാം, നല്ല ഭക്ഷണങ്ങൾ കഴിക്കാം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് സീ വാട്ട് വർക്ക്സ് ഔട്ട്. സോ നല്ല ഐഡിയ എന്ന് തോന്നി അതും കമന്റ് ചെയ്യാം കേട്ടോ. ആൻഡ് അപ്പോൾ നിങ്ങൾ ഈ ട്രാവൽ ടിപ്സ് ഒക്കെ കാണുക. ഇപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിലും ഒരു ഏജൻസിയുടെ ഒന്നിന്റെ ആവശ്യമില്ല. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ കോംപ്രിഹെൻസീവ് ഗൈഡ്, ഒരു എങ്ങനെയാണ് തായ്ലൻഡ് അല്ലെങ്കിൽ ബാങ്കോക്കിലേക്ക് ഫസ്റ്റ് ടൈം പോകുന്നവർക്ക് എൻജോയ് ചെയ്യേണ്ടത്. ഒരുപാട് വന്ന് പോയവർക്ക് ഇത് കണ്ടിട്ട് കാര്യമില്ല, കാരണം ഇതൊക്കെ മെയിൻ കാര്യങ്ങളാണ്, അങ്ങനെ ഡീപ്പ് എക്സ്പ്ലോറേഷൻ ഒന്നുമില്ല. ഇതൊക്കെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് എൻജോയ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഹായ് ഗൈസ്, അപ്പൊ ആദ്യം വരെ ടീഷർട്ട് കാണിക്കട്ടെ. ഐ ലവ് ബാങ്കോക്ക്. ഇത് ഞാൻ ബാങ്കോക്ക് വാങ്ങിയാണ്, എപ്പോഴെങ്കിലും ഇതിന്റെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നാൽ ഇടണമെന്ന് വിചാരിച്ചിട്ട്. ആൻഡ് ഐ ആക്ച്വലി റിയലി ലവ് ബാങ്കോക്ക്. എനിക്ക് തോന്നുന്നു എനിക്ക് ലോകത്തിൽ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു രാജ്യം ട്രാവൽ ചെയ്യാൻ ഉള്ളത് തായ്ലൻഡ് ആണ്. അതിൽ ബാങ്കോക്ക് ഇസ് മൈ ആബ്സല്യൂട്ട് ഫേവറേറ്റ്. അതിൽ കുറെ കാരണങ്ങളുണ്ട്. ആക്ച്വലി ഞാനൊരു 7-8 വർഷമായിട്ട് റെഗുലർലി പോകുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അല്ല, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ആക്ച്വലി ബാങ്കോക്ക് ഒക്കെ ബൈ ഹാർട്ടാണ്. നമ്മുടെ എറണാകുളം പോലെ തന്നെ എനിക്ക് ബാങ്കോക്കിൽ ഒരുവിധം എല്ലാ സ്ഥലങ്ങളും അറിയാം. പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും ഇപ്പം റീസെന്റ് ഒരു സർവേയിൽ തന്നെ, വേൾഡ് ടൂറിസം അസോസിയേഷന്റെ സർവേയിൽ ബാങ്കോക്ക് തായ്ലൻഡ് ആണ് വേൾഡിലെ ചീപ്പസ്റ്റ് ഡെസ്റ്റിനേഷൻ ഫോർ ഫുഡ് ആൻഡ് ഇറ്റ് ഈസ് ദ സെക്കൻഡ് ചീപ്പസ്റ്റ് പ്ലേസ് ടു ട്രാവൽ. നമ്പർ 1 വിയറ്റ്നാം ആണ്, ഹനോയ്. അപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പൊ ബോംബെയിലോ ബാംഗ്ലൂരോ ഒക്കെ പോകുമ്പോൾ ഒരു 3000 രൂപയ്ക്ക് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ കാട്ടി ഒരു ഓൾമോസ്റ്റ് ഡബിൾ ദ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഹോട്ടലായിരിക്കും നമുക്ക് ബാങ്കോക്കിൽ ആ റേറ്റിന് കിട്ടുന്നത്. അതുപോലെ തന്നെ ഫുഡൊക്കെ ഭയങ്കര ചീപ്പാണ്, എന്റർടൈൻമെന്റ് ചീപ്പാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ലോങ് ആയിരിക്കും വീഡിയോ, പക്ഷെ എനിക്ക് മാക്സിമം എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്യണമെന്നുണ്ട്. ആൻഡ് ഐ വാസ് സപ്പോസ് ടു ഡു ദിസ് വീഡിയോ ഇൻ ഇംഗ്ലീഷ്, പക്ഷെ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് മലയാളത്തിൽ ചെയ്താൽ മതിയെന്ന്. അപ്പോൾ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോ ഫുൾ മലയാളത്തിലായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോകുന്നതിന് മുമ്പ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഫ്ലൈറ്റ്. ഫസ്റ്റ് വൺ ഇസ് ഫ്ലൈറ്റ് ബുക്കിംഗ്. ഫ്ലൈറ്റ് സാധാരണ എയർ ഏഷ്യ ആണ് ഏറ്റവും ചീപ്പസ്റ്റ്, പക്ഷെ ചിലപ്പോൾ വേറെ ഫ്ലൈറ്റ്സ് നമുക്ക് വില കുറഞ്ഞ് കിട്ടും. അതെങ്ങനെ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൈ സ്കാനർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ഞാൻ പറയുന്ന ആപ്സ് ഒക്കെ ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഒന്നും ഇതിൽ സ്പോൺസർഡ് ഒന്നുമല്ല, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ എല്ലാം പറയുന്നത്. അപ്പോൾ ഈ സ്കൈ സ്കാനർ പറഞ്ഞ ആപ്പിൽ കൂടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ആ ദിവസം ഏതാ ഏറ്റവും ചീപ്പസ്റ്റ് ഫ്ലൈറ്റ് അത് കിട്ടും. ചിലപ്പോൾ എനിക്ക് ശ്രീലങ്കൻ എയർലൈൻസ് ഒക്കെ എയർ ഏഷ്യനെ കാട്ടി 5000-6000 രൂപ കുറഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ട്രാൻസിറ്റ് ചിലപ്പോൾ വരും, പക്ഷെ അത് കുഴപ്പമില്ലാത്തവർക്ക് ഇപ്പൊ ഒരു ഫാമിലി 4 പേരൊക്കെ പോകുകയാണെങ്കിൽ 20,000 രൂപയൊക്കെ ചിലപ്പോൾ ലാഭിക്കാൻ പറ്റും. അപ്പൊ എപ്പോഴും സ്കൈ സ്കാനറിൽ കൂടെ ചീപ്പസ്റ്റ് റേറ്റ് നോക്കുക. ആൻഡ് സപ്പോസ് നിങ്ങൾ എയർ ഏഷ്യ കൂടെ തന്നെയാണ് ഈ പോകുന്നത്, 2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ലഗേജ് നേരത്തെ ബുക്ക് ചെയ്യുക. കാരണം നമുക്ക് 1 കിലോ പോലും എക്സ്ട്രാ കൊണ്ടുപോകാൻ പറ്റില്ല, 7 കിലോ കൈ കൊണ്ടുപോകാനേ പറ്റുള്ളൂ. എയർപോർട്ടിൽ പോയി ബുക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ ലഗേജ് തന്നെ നമ്മൾ നേരത്തെ എയർ ഏഷ്യ ഫ്ലൈറ്റ് ആണെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യുക. 40 കിലോ വരെ ബുക്ക് ചെയ്യാൻ ഭയങ്കര ചീപ്പാണ്, 2,000 രൂപയും കാണ്ടി വരും. പിന്നെ പറ്റുമെങ്കിൽ ഫ്രണ്ട് സീറ്റ്സ് ബുക്ക് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് ഇരിക്കാനൊക്കെ കുറച്ച് സൗകര്യമായിരിക്കും. ഈ 3.5 മണിക്കൂർ യാത്ര സൗകര്യമായിരിക്കും. എസ്പെഷ്യലി പൊക്കമുള്ളവരാണെങ്കിൽ അതും ബുക്ക് ചെയ്യാം. അതും ഏകദേശം ഒരു 600 രൂപയായിരിക്കും 1 സൈഡ് വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വിസ. ഇപ്പൊ വിസ കോസ്റ്റ് ഒന്നും ഇല്ല തായ്ലൻഡിലേക്ക്, താൽക്കാലികമായിട്ട് ഇപ്പൊ വിസ കോസ്റ്റ് ഒന്നും ഇല്ല. പക്ഷെ നമ്മളിപ്പോ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ 1200 രൂപ ഒരു ബുക്കിംഗ് ചാർജ് ഉണ്ട്. അത് എന്താ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി ക്യൂവിൽ നിൽക്കണ്ട. പക്ഷെ ഇനിയിപ്പോ അവിടെ പോയി ആ പൈസയും കൂടെ ലാഭിക്കണമെങ്കിൽ അവിടെ പോയി ക്യൂവിൽ നിൽക്കാം. 1 രൂപ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല വിസയ്ക്ക്.
പക്ഷെ ചിലപ്പോൾ 1.5-2 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കേണ്ടി വരും. ചിലപ്പോൾ അരമണിക്കൂറിൽ നമുക്ക് ഇറങ്ങാം. പിന്നെ ഈ വിസ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കയ്യിൽ വേണ്ടത് പ്രിന്റ് ഔട്ട്സ് ആയി വേണ്ടത് ഹോട്ടൽ ബുക്കിംഗ് വേണം, നമ്മുടെ ഫ്ലൈറ്റ് ബുക്കിംഗ് വേണം പോയിട്ടും വരാനുള്ളത്, ആൻഡ് പിന്നെന്താ ഒരു 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അപ്പൊ നിങ്ങൾ അവിടെ പോയി അപ്ലൈ ചെയ്യാനാണെങ്കിൽ ഈ വിസ ഫോം നമുക്ക് ഇവിടുന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം. ഗൂഗിൾ ചെയ്താൽ മതി തായ്ലൻഡ് ഈ വിസ ഓൺ അറൈവൽ ഫോം എന്ന് പറഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടുന്ന് തന്നെ ഫില്ല് ചെയ്യുക. അവിടെ പോയി ഫില്ല് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരിക്കും. ഫോട്ടോ പൊട്ടിക്കുക, ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യുക ഭയങ്കര എളുപ്പമാണ്. അപ്പൊ അവിടെ പോയി കൺവീനിയന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ എമിഗ്രേഷൻ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു ഫോം തരും പാസ്പോർട്ടിന്റെ അകത്ത് വെച്ചിട്ട്, അത് കൈ വെച്ച് സൂക്ഷിക്കുക. കാരണം അത് കളഞ്ഞു പോയി കഴിഞ്ഞാൽ അത് തിരിച്ചു വരുമ്പോൾ കൊടുക്കണം. എയർപോർട്ടിൽ തിരിച്ചു വരുമ്പോൾ അത് കൊടുക്കണം. അതില്ലെങ്കിൽ എക്സിറ്റ് ഭയങ്കര പാടായിരിക്കും, അവരുടെ കുറെ ഒച്ചയും ബഹളമൊക്കെ കാണും. അപ്പൊ അത് എപ്പോഴും സൂക്ഷിക്കുക. ഒരു ചെറിയ ഇമിഗ്രേഷൻ സ്ലിപ്പ് വരും. പിന്നെ ഈ എയർപോർട്ടിലായിരിക്കും നമ്മൾ ഏറ്റവും റൂഡസ്റ്റ് തായ്സിനെ കാണുന്നത്, തായ് ലോക്കൽസ്. ഇമിഗ്രേഷൻ സ്റ്റാഫാണ് ഏറ്റവും റൂഡസ്റ്റ്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, അവരുടെ ഓവർവർക്ക്ഡ് ആയിരിക്കും. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ബാങ്കോക്ക്. അപ്പൊ അതിന്റെയൊക്കെ ഒരു സ്ട്രെസ് കൊണ്ടായിരിക്കും. പക്ഷെ തായ് പീപ്പിൾ ആർ റിയലി ഫ്രണ്ട്ലി. നമ്മൾ അവരുടെ മെക്കോട്ട് കയറാതിരുന്നാൽ മതി. പിന്നെ അപ്പൊ എയർപോർട്ട് കഴിഞ്ഞു, വിസ കഴിഞ്ഞു, അല്ല ഫ്ലൈറ്റ് കഴിഞ്ഞു, വിസ കഴിഞ്ഞു. പിന്നെ എന്താ ഹോട്ടൽ ബുക്കിംഗ്സ്. ഹോട്ടൽസ് നമുക്ക് ട്രിപ്പ് അഡ്വൈസർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതിൽ എല്ലാ ഹോട്ടൽസിന്റെ റിവ്യൂസ് വരും. അതിൽ ഏതെങ്കിലും ഒരു നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഒരു ടോപ്പ് 400 ആ ഒരു 400 വരെ വരുന്ന ഹോട്ടൽസ് ഏത് വേണമെങ്കിലും ബുക്ക് ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി സ്റ്റാൻഡേർഡും കാണും. പറ്റുമെങ്കിൽ മെട്രോ, BTS എന്നാണ് അവരുടെ മെട്രോ എന്ന് പറയുന്നത്, അതിന്റെ അടുത്ത് എവിടെയെങ്കിലും ബുക്ക് ചെയ്യാം. കാരണം അതാണ് ഏറ്റവും ചീപ്പസ്റ്റ്. മെട്രോ വഴി ട്രാവൽ ചെയ്യാനാണ് ചീപ്പസ്റ്റ്. പക്ഷെ 3-4 പേരുണ്ടെങ്കിൽ ഗ്രാബ് എന്ന് പറഞ്ഞാൽ അവരുടെ ഊബർ ആണ്, അത് ഡൗൺലോഡ് ചെയ്യുക. ഭയങ്കര എളുപ്പമാണ് ഉപയോഗിക്കാൻ. ഗ്രാബ് ഡൗൺലോഡ് ചെയ്തതിന് 4 പേരുണ്ടെങ്കിൽ മെട്രോയിൽ പോകുന്നതിനും കാട്ടി ലാഭം ഗ്രാബ് ആയിരിക്കും. ഗ്രാബ് ആകുമ്പോൾ കറക്റ്റ് റേറ്റ് നമുക്കറിയാം. കാരണം അവിടുത്തെ ടാക്സിയും ഈ ടുക്ടുക്ക് ഒക്കെ നമ്മൾ എപ്പോഴെങ്കിലും ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, സാധാരണ ടാക്സി ഒക്കെ ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളെ പറ്റിക്കും. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ടാക്സി കയറുവാണെങ്കിൽ അവരോട് മീറ്റർ ഇടാൻ പറയുക നേരത്തെ തന്നെ. മീറ്റർ ഇടാത്ത ടാക്സി കയറരുത്, കാരണം ഒരുപാട് പൈസ പോകും. അപ്പൊ പറ്റുമെങ്കിൽ മെട്രോ സ്റ്റേഷന്റെ അടുത്ത് തന്നെ താമസിക്കുക. ഭയങ്കര എളുപ്പമാണ് അവിടുത്തെ മെട്രോ ഉപയോഗിക്കാൻ. ആരോട് ചോദിച്ചാലും എവിടെ പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മൾ അവർ ആ സ്റ്റേഷന്റെ പേര് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെന്ന് ഇറങ്ങാം. ഇതല്ലാതെ നിങ്ങൾ ഹോട്ടൽസ് തന്നെ ബുക്ക് ചെയ്യുമ്പോൾ ഒന്ന് മെട്രോ സ്റ്റേഷന്റെ അടുത്ത് നോക്കുക. പിന്നെ മെയിൻ ആയിട്ട് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ 2 പേർക്ക് എനിക്കൊന്ന് ഒരു 600-700 രൂപ വരെ ആണെങ്കിൽ ഓക്കെ. അതല്ല അതിനെക്കാട്ടി ഇപ്പൊ 2000 നല്ല ഹോട്ടൽസ് ഒക്കെ ചിലപ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടൽ റൂം ചിലപ്പോൾ ഒരു 4000 രൂപയ്ക്ക് കിട്ടും. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഒക്കെ വരുമ്പോൾ ഒരു 6500 രൂപയ്ക്കോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ റൂം മാത്രം എടുത്താൽ മതി. 7-Eleven പോവാം. എന്റെ ഫേവറേറ്റ് സ്റ്റോറാണ് 7-Eleven. അവിടെ എല്ലാ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇതിനൊക്കെ വ്ളോഗ്സ് എന്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ എക്സ്പെൻസ് വന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് സ്കിപ്പ് ചെയ്യാം. അത് നിങ്ങൾക്ക് വെളിയിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും കഴിക്കാം ചീപ്പായിട്ട്. സിം കാർഡ് അത്യാവശ്യമാണ്. ഞാൻ ആക്ച്വലി സിം കാർഡ് എടുക്കുന്നത് ഇവിടുന്ന് തന്നെയാണ്, എറണാകുളത്ത് നിന്ന് തന്നെ വാങ്ങിക്കൊണ്ട് പോകും. ഒരു മിനിറ്റ് കാണിച്ചിട്ടത്. ഇതിപ്പോ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയാണ്. ഇത് ഡിടാക്സ്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കി ആമസോണിൽ ബാങ്കോക്ക് ടൂറിസം എന്ന്. സിം കാർഡ് ഇല്ലാതെ പോയിട്ട് ഒരു കാര്യമില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് 450 രൂപ കണ്ടുള്ളൂ. അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിരിക്കും. ചിലപ്പോൾ വർക്ക് ചെയ്യാതെ വരും. അവിടെ അവർ സിം ഒന്നും ചിലപ്പോൾ ആക്ടിവേറ്റ് ചെയ്ത് തരില്ല. എപ്പോഴും സേഫ് ഇവിടുന്ന് ഇത് വാങ്ങുന്നതാണ്. പ്രൊസീജിയേഴ്സ് ഒക്കെ ആമസോണിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ സിം കാർഡ് അത്യാവശ്യമായിട്ട് വാങ്ങുക. അത് ഇവിടുത്തെ ആമസോണിൽ തന്നെ കിട്ടും. ഇത് ഞാൻ വാങ്ങിയത് ഞാൻ അടുത്ത മാസം പോവാണ്. അപ്പോൾ സിം കാർഡ്. അപ്പൊ ഇത്രയും. പിന്നെ കറൻസി എക്സ്ചേഞ്ച്. ഞാൻ എറണാകുളത്ത് നിന്ന് ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ബെസ്റ്റ് എക്സ്ചേഞ്ച് റേറ്റ് കിട്ടുന്നത് ഓറിയന്റൽ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. എനിക്ക് എവിടെയാണെന്ന് അറിയില്ല, അവർ വീട്ടിൽ കൊണ്ടുവന്നാണ് എനിക്ക് മാറ്റി തരുന്നത്. ഏറ്റവും ബെസ്റ്റ് റേറ്റ് എനിക്ക് അവിടെ നിന്നാണ് കിട്ടുന്നത്. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഇവിടുന്ന് മാറ്റണം എന്നില്ലെങ്കിൽ അവിടെ പോയി ATM നിന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 450 രൂപ എക്സ്ട്രാ ചാർജ് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഫുൾ എമൗണ്ട് വിഡ്രോ ചെയ്യുക. കുറച്ച് വിഡ്രോ ചെയ്യാതെ എത്ര നിങ്ങൾക്ക് അവിടെ ഫുൾ ഏകദേശം സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് അത് മൊത്തമായിട്ട് വിഡ്രോ ചെയ്യുക. അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ ഈ ATM ചാർജ് കൊടുക്കേണ്ടി വരും. ഇനി അതുമല്ല, നിങ്ങൾക്ക് അവിടെ പോയി ഇന്ത്യൻ കറൻസി എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ സൂപ്പർ റിച്ച് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ച് സെന്റേഴ്സ് ഉണ്ട്. അത് ഗൂഗിൾ ചെയ്താൽ മതി അവിടെ പോയിട്ട്. അപ്പോൾ അവിടെയാണ് ഏറ്റവും ബെസ്റ്റ് എക്സ്ചേഞ്ച് റേറ്റ് ഇന്ത്യൻ റുപ്പീസിന് കിട്ടുന്നത്. മാക്സിമം 2000 രൂപയുടെ നോട്ട്സ് കൊണ്ടുവന്ന് നോക്കുക. അതിനായിരിക്കും എപ്പോഴും ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് റേറ്റ്. അപ്പൊ ഇവിടുന്ന് പോകുന്നതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ ഇത്രയാണ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, കേരളത്തിൽ നിന്നോ എവിടെ നിന്നാണെങ്കിലും നിങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് എയർപോർട്ട് ലോഞ്ചിൽ ആക്സസ് കിട്ടും. അത് മിക്കവർക്കും അറിയില്ല. നമ്മുടെ സാധാരണ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ എന്തായാലും മതി. അതൊന്ന് എയർപോർട്ട് ലോഞ്ചിൽ കൊണ്ടുപോയി കാണിക്കുക. അവരോട് ചോദിക്കുക ഈ കാർഡിന് ഫ്രീ ആക്സസ് ഉണ്ടോ എന്ന്.
ഉണ്ടെങ്കിൽ അവർ ഫ്രീ ആയിട്ട് നമുക്ക് ആ ലോഞ്ച് ഉപയോഗിക്കാം. അപ്പൊ ഫ്രീ ആയിട്ട് ഡ്രിങ്ക്സ്, ഫുഡ്, നല്ല ആംബിയൻസിൽ റിലാക്സ് ചെയ്യാൻ എല്ലാം കൂടെ പറ്റും. ഞാൻ ആക്ച്വലി എയർപോർട്ടിൽ എപ്പോഴും 3-4 മണിക്കൂർ നേരത്തെ പോകും, കാരണം ലോഞ്ച് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അത് ടോട്ടലി ഫ്രീ ആണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സാധാരണ കാർഡ്സ്, ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഏതെങ്കിലും പോയി ലോഞ്ചിൽ പോയി ചോദിക്കുക ഫ്രീ ആക്സസ് ഉണ്ടെന്ന്. ഉണ്ടെങ്കിൽ വെക്കേഷന്റെ തുടക്കം തന്നെ അടിപൊളി. അപ്പൊ ബാങ്കോക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ ഷോപ്പിംഗ്, പിന്നെ സൈറ്റ് സീയിങ്, ക്ലബിംഗ് ആൻഡ് ഫുഡ്. ഇതാണ് മെയിൻ കാര്യങ്ങൾ. അപ്പൊ ഷോപ്പിംഗിന് വേണ്ടി അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മെയിൻ ആയിട്ട് മോൾസ്, ഷോപ്പിംഗ് മോൾസിൽ മസ്റ്റ് വിസിറ്റ് ആണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് MBK മോൾ ഉണ്ട്. അത് കുറച്ച് ബ്രാൻഡഡ് അല്ലാത്ത സാധനങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ പ്ലാറ്റിനം ഫാഷൻ മോൾ ലേഡീസിന് മസ്റ്റ് ഗോ ആണ്. പിന്നെ സിയാം മോൾ. ആ സിയാം മോളിലാണ് ഈ അക്വേറിയം, മാഡം ട്യൂസാർട്സ് എന്നൊക്കെ പറഞ്ഞ എന്റർടൈനിങ് കാര്യങ്ങളുള്ളത്. അപ്പൊ അത് നമുക്ക് ക്ലൂക്ക് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കൂടെ നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യാം. അപ്പൊ അത് ഭയങ്കര ചിലപ്പോൾ നമുക്ക് ഡിസ്കൗണ്ടിൽ കിട്ടും. എന്തായാലും നിങ്ങൾ കാണാം, അക്വേറിയം ഭയങ്കര രസമാണ്. മോളിന്റെ അകത്താണ് അക്വേറിയം, ഷാർക്സും അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. മാഡം ട്യൂസാർട്സ് നല്ല രസമാണ്. പിന്നെ ഷോപ്പിംഗ് മോളിൽ അപ്പൊ ഇതൊക്കെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് സെർച്ച് ചെയ്ത് നോക്കാം, സെൻട്രൽ വേൾഡ് ഉണ്ട്, ഒരുപാട് മോൾസ് ഉണ്ട്. ബാങ്കോക്കിൽ ശരിക്കും മോൾ കൾച്ചർ ഭയങ്കര ഹൈ ആണ്. അമേരിക്കനൊക്കെ കാട്ടി മച്ച് ബെറ്റർ മോൾസ് ആണ് ഈ തായ്ലൻഡിലുള്ളത്. അപ്പോൾ മോൾസിൽ മസ്റ്റ് വിസിറ്റ്. ഇതല്ലാതെ വീക്കെൻഡ് പോവാണെങ്കിൽ ചാട്ട് ചോക്ക് വീക്കെൻഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് ഉണ്ട്. അതൊരു ഔട്ട്ഡോർ മാർക്കറ്റ് ആണ്. ഭയങ്കര ചൂടായിരിക്കും, പക്ഷേ എനിക്ക് വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഔട്ട്ഡോർ മാർക്കറ്റ് ആണ്. നിങ്ങൾ എങ്ങനെ പോയാലും ഒരു ദിവസം കൊണ്ട് അത് കവർ ചെയ്യാൻ പറ്റില്ല. ഭയങ്കര രസമാണ്. നല്ല ചീപ്പായിട്ട് എല്ലാ സാധനങ്ങളും കിട്ടും. വീട്ടിൽ ഹൗസ് ഡിക്കോർ, ഷൂസ്, ഫേക്ക് ഗുഡ്സ്, ലേഡീസ് ഫാഷൻ, മെൻസ് ഫാഷൻ, പെറ്റ്സ് വരെ ഉണ്ട് അവിടെ. അപ്പോൾ ചാട്ടി ചോക്ക് മാർക്കറ്റ് മസ്റ്റ് വിസിറ്റ് ആണ്. പക്ഷെ അവിടെ ഒരു AC ഉള്ള റെസ്റ്റോറന്റ് പോലും ഇല്ല. ചൂട് സഹിച്ചേ പറ്റും. അപ്പൊ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക. ബാക്കി ചീപ്പ് ആയതുകൊണ്ട് അത് കുഴപ്പമില്ല. ചാട്ടി ചോക്ക് മാർക്കറ്റ് ഉണ്ട്. അതല്ലാതെ റാച്ചഡ നൈറ്റ് മാർക്കറ്റ്സും ഏഷ്യയുടെ ഒരു സ്പെഷ്യാലിറ്റി ആണ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ഒക്കെ. അപ്പൊ അതും ഭയങ്കര രസമുള്ള ഒരു മാർക്കറ്റ് ആണ്. അവിടെ ഉത്തരം ഫുഡ് ഉണ്ട്. ആക്ച്വലി അവിടെ ഫുഡാണ് ഹൈലൈറ്റ്. പിന്നെ നല്ല മ്യൂസിക്കും എല്ലാം ഉണ്ട്. ഇറ്റ്സ് റിയലി ഫൺ. അപ്പൊ ഇത് രണ്ടുമാണ് മസ്റ്റ് വിസിറ്റ് മാർക്കറ്റ്സ് ഞാൻ പറയുന്നത്. പിന്നെ ബാർഗൈനിങ് ചെയ്യണം. നിങ്ങൾ എല്ലായിടത്തും നിങ്ങൾ ബാർഗൈൻ ചെയ്യുക. അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ബാർഗൈൻ ചെയ്യാനായിട്ട്. അപ്പൊ ഈ ബ്രാൻഡഡ് അല്ലാത്ത ഏത് കടകളിൽ പോയാലും, ഇപ്പൊ പ്ലാറ്റിനം മോളിൽ പോയാലും, ചാട്ടി ചോക്കിൽ പോയാലും, MBK പോയാലും, ഈ റാച്ചഡ മാർക്കറ്റിൽ പോയാലും, എവിടെ പോയാലും നിങ്ങൾ ബാർഗൈൻ ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണ് റീസണബിൾ ആയി തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എത്ര രൂപയ്ക്ക് വാങ്ങി നിങ്ങൾക്ക് അത് വാല്യൂ ആയിട്ട് തോന്നും, ആ റേറ്റ് പറയുക. അത് എത്ര കുറവാണോ കൂടുതലാണോ നിങ്ങൾ നോക്കേണ്ട ആവശ്യം. പറയാം, കിട്ടിയാൽ കിട്ടി, അങ്ങനെ ഉള്ളൂ. കാരണം എന്തായാലും ഇത് എക്സ്പെക്ട് ചെയ്തിട്ട് ബാർഗൈൻ, അത് അവരുടെ കൾച്ചറിലുണ്ട്. സോ നിങ്ങൾ അതിൽ വിഷമമൊന്നും തോന്നണ്ട. ഫണ്ണായിട്ടുള്ള രീതിയിൽ തന്നെ എടുത്താൽ മതി അതൊക്കെ. പിന്നെ അപ്പൊ ഷോപ്പിംഗ് അതാണ്. പിന്നെ സൈറ്റ് സീയിങ് അവിടെ മെയിൻ ആയിട്ട് ഒരു ഗ്രാൻഡ് പാലസ് ഉണ്ട്. നല്ല ഭംഗിയാണ്. ഹിസ്റ്ററി ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അവിടെ പോകും. അതല്ലാതെ നല്ല രസമാണ് അത് കാണാൻ. അപ്പൊ ഗ്രാൻഡ് പാലസ് ഒരു ടോപ്പ് സൈറ്റ് സീയിങ് പ്ലേസ് ആണ്. അതല്ലാതെ കുറെ ടെമ്പിൾസ് ഉണ്ട്. ലൈൻ ബുദ്ധ, എമറൽഡ് ബുദ്ധ എന്നൊക്കെ പറഞ്ഞ കുറെ ടെമ്പിൾസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോട്ടൽ വഴി ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും. അത് നിങ്ങൾക്ക് റീസണബിൾ ആയി തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്തോളൂ. പക്ഷെ നിങ്ങൾ ഏതെങ്കിലും സ്ട്രീറ്റിലൊക്കെ നിങ്ങൾ ആരെങ്കിലൊക്കെ അല്ലെങ്കിൽ ടാക്സി ഡ്രൈവേഴ്സൊക്കെ നിങ്ങൾക്ക് പറയും നിങ്ങൾ അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോകും കുറഞ്ഞ റേറ്റിലൊക്കെ. ഒരിക്കലും അങ്ങനെ പോകരുത്. അത് പറ്റിക്കാൻ വേണ്ടിയാണ്. അത് നിങ്ങൾ വേറെ സ്ഥലത്തൊക്കെ കൊണ്ടുപോകും. അവിടെ എന്തെങ്കിലും വാങ്ങിയില്ലെങ്കിൽ ഇവർ ചൂടാവും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള ഒരു ടൂർ ഏജൻസി പോകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോട്ടൽ വഴി തന്നെ പോകാൻ നോക്കുക. കുറച്ച് പൈസ കൂടുതലായാലും കുഴപ്പമില്ല. ഇത് രണ്ടും അല്ല, നിങ്ങൾക്ക് കോൺഫിഡൻസ് ആണെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇടുക, സ്ഥലം നോക്കുക, തന്നെ പോവാം. സ്പെഷ്യലായിട്ട് അവിടെ ഗൈഡിംഗ് ഒന്നും ആവശ്യമില്ല. സ്വന്തമായിട്ട് പോയി കാണാവുന്നേ ഉള്ളൂ. അതാണ് ഏറ്റവും കോസ്റ്റ് എഫോർഡ്, ഏറ്റവും ഇൻഎക്സ്പെൻസീവ് ആയിട്ട് വരുന്നത്. അപ്പോൾ ടെമ്പിൾ ഉണ്ട്, ഗ്രാൻഡ് പാലസ് ഉണ്ട്, പിന്നെ സഫാരി ഉണ്ട്, ബാങ്കോക്ക് സൂ ഉണ്ട്. അത് മസ്റ്റ് വിസിറ്റ് ആണ്. അതൊരു ഹാഫ് ഡേ ട്രിപ്പ് ആയിരിക്കും. ഭയങ്കര രസമുള്ള സ്ഥലമാണ്. അത് എനിക്ക് തോന്നുന്നു സഫാരി വേൾഡ് എന്നാണ് കണ്ട എൻ്റെ പേര്. പക്ഷെ അത് മസ്റ്റ് വിസിറ്റ് ഇൻ ബാങ്കോക്ക്. പിന്നെ ഒരു നല്ലൊരു ഷോ ഉണ്ട്, ലൈവ് ഡ്രാമയൊക്കെ പോലെ ഭയങ്കര സെറ്റൊക്കെ ആയിട്ട്. സിയാം നിർമാർ എന്നാണ് എൻ്റെ പേര്. അതും ഇതൊക്കെ നിങ്ങൾക്ക് ഈ ക്ലൂക്ക് ആപ്പ് വഴി ബുക്ക് ചെയ്യാൻ പറ്റും. വില കുറഞ്ഞ് കിട്ടും. അതും ഭയങ്കര രസമാണ് പോയി കാണാൻ. 1 hour 1.5 മണിക്കൂറൊക്കെ കാണും. എനിക്കൊന്ന് ചിലപ്പോൾ അതിൻ്റെ കൂടെ ഡിന്നർ ഇൻക്ലൂഡഡ് ആയിട്ടൊക്കെ കാണും. അപ്പോൾ ഭയങ്കര രസമാണ്. ഇതൊക്കെ ഭയങ്കര ഒരു എൻജോയ്മെന്റ് ഉള്ള കാര്യങ്ങളാണ്. പിന്നെ ഷൗപ്പായ റിവറിന്റെ ഒരു ഡിന്നർ ക്രൂസ് ഉണ്ട്. അതും ഒരു 2 hours ആയിരിക്കും. ഈ മെയിൻ ആയിട്ടുള്ള സൈറ്റ്സിൽ കൂടെ സൈറ്റ്സ് ഒക്കെ കാണിച്ചുകൊണ്ട് അവർ പോകും. ഈവനിങ് ആയിരിക്കും. ഫുഡ് കാണും, മ്യൂസിക് കാണും, ലൈറ്റ്സ് ഒക്കെ ഇട്ട് ബാങ്കോക്ക് കാണാം. അപ്പോൾ ഈ 3 ആക്ടിവിറ്റീസ് ആണ് സൈറ്റ് സീയിങ്ങിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ക്ലബിങ്, ഇപ്പൊ ഇത് ക്ലബിലും അല്ലെങ്കിൽ ഡിസ്കോസിലും ക്ലബിലും പാർട്ടി സീനൊക്കെയാണ് ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റിംഗ്. തോങ്ലോക്ക് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്. അവിടെ ഒരുപാട് ക്ലബ്സ് ഉണ്ട്. എനിക്കത് എൻട്രൻസ് കോസ്റ്റ് ഒന്നും ഇല്ല. അപ്പൊ അത് ക്ലബിങ്ങിന് ആ ഏരിയ ആയിരിക്കും ബെസ്റ്റ്.
പിന്നെ ഫുഡിന്റെ കാര്യം ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം അത്രയധികം ആക്ച്വലി ലോകത്തെ ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് ഏറ്റവും കൂടിയ റെസ്റ്റോറന്റ് ഉള്ളത്, അല്ലെങ്കിൽ ഏറ്റവും ഡെൻസിറ്റി ഓഫ് റെസ്റ്റോറൻറ്റ്സ് ഉള്ളത് ബാങ്കോക്ക് ആണ്. അപ്പോ നിങ്ങൾ ട്രിപ്പ് അഡ്വൈസറിൽ നോക്കുക, നിങ്ങൾക്ക് ഏത് ടൈപ്പ് ക്യൂസിനാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയാൽ മതി, അത് കിട്ടും. ഇതെല്ലാം നിങ്ങൾക്ക് സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യണമെങ്കിൽ ധൈര്യത്തോടെ നിങ്ങൾക്ക് പോയി ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഒരിക്കലും ഫുഡ് പോയ്സണിങ് കിട്ടില്ല. മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത് നമ്മൾ ഇവിടെയൊക്കെ ചെയ്യുന്ന പോലെ തിരക്കുള്ള തട്ടുകടയിൽ പോയി കഴിക്കുമല്ലോ നമ്മൾ. അതുപോലെ തന്നെ അവിടെ ഏത് കടകളിലാണ് ലോക്കൽസ് കൂടുതൽ വരുന്നത്, അല്ലെങ്കിൽ തിരക്കുള്ള ഏതെങ്കിലും കട കണ്ടു കഴിഞ്ഞാൽ ധൈര്യത്തോടെ പോയി കഴിക്കുക. സ്ട്രീറ്റ് ഫുഡ് ഭയങ്കര ചീപ്പാണ്. അവിടെ പോയി നിങ്ങൾ ഇന്ത്യൻ ഫുഡൊക്കെ കഴിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആയിരിക്കും. ഇവിടെ ഇപ്പൊ തായ് ഫുഡ് എക്സ്പെൻസീവ് ആണ്, അതുപോലെ തന്നെ അവിടെ ഇന്ത്യൻ ഫുഡ് എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷെ അതല്ല കഴിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അവിടുത്തെ തായ് ഫുഡ് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കാരണം അങ്ങനെ ബ്ലാൻഡോ പുഴുങ്ങിയ സാധനങ്ങളോ നല്ല, ഭയങ്കര ടേസ്റ്റി സ്പൈസി എല്ലാം നല്ല ഫുഡാണ്. അപ്പൊ തായ് ഫുഡ് നിങ്ങൾ ട്രൈ ചെയ്യുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന 2 ഡിഷ് ഉണ്ട്. ഒന്ന് പാഡ് സിയു അല്ലെങ്കിൽ പാഡ് തായ്, അത് നൂഡിൽ ഡിഷാണ്. അതല്ലെങ്കിൽ മാംഗോ സ്റ്റിക്കി റൈസ്, അതും ഭയങ്കര ടേസ്റ്റ് ആണ്. ഇത് രണ്ടും അല്ലെങ്കിൽ അവിടുത്തെ കരിക്ക് കുടിച്ചു നോക്കണം, എന്നിട്ട് വന്ന് അടിയിലൊന്ന് കമന്റ് ചെയ്യണം അവിടുത്തെ കരിക്കിന്റെ ടേസ്റ്റ്. അതും തണുത്ത കരിക്ക് കിട്ടും. അപ്പോൾ ഫുഡിന്റെ കാര്യം ഞാൻ അധികം പറയുന്നില്ല. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ബുഫേസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഈറ്റിഗോ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, നമ്മുടെ എറണാകുളത്തുള്ള ഡൈൻ ഔട്ട് പോലെ. ആ ഈറ്റിഗോ ആപ്പിൽ കൂടെ നമുക്ക് ഏതെങ്കിലും ഹോട്ടൽസിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ടൈമൊക്കെ അനുസരിച്ച് 50% ഓഫ് വരെ കിട്ടും. ഞാൻ അത് മിക്കവാറും ഉപയോഗിക്കുന്നതാണ്, എനിക്ക് ബുഫേസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല 5 സ്റ്റാർ ഹോട്ടലിലെ ബുഫേക്ക് ചിലപ്പോൾ 600 അല്ലെങ്കിൽ 800 രൂപയ്ക്കൊക്കെ കിട്ടും. ബാത്തല്ല 800 രൂപയ്ക്ക്, 400 ബാത്ത് 350 ബാത്തിനൊക്കെ കിട്ടും. അപ്പൊ അങ്ങനത്തെ താല്പര്യം ഉണ്ടെങ്കിൽ ഈറ്റിഗോ ആപ്പ് വഴി ബുക്ക് ചെയ്ത് പോകാം. എളുപ്പമാണ്, ഇതൊക്കെ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അതാണ് മെയിൻ ആയിട്ട് സൈറ്റ് സീയിങ് അല്ല ഫുഡിന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. സ്ട്രീറ്റ് ഫുഡ് നിങ്ങൾ ട്രൈ ചെയ്യുക, എസ്പെഷ്യലി നൈറ്റ് മാർക്കറ്റ്സിലൊക്കെ പോകുമ്പോൾ ഭയങ്കര നല്ല സ്ട്രീറ്റ് ഫുഡാണ്. അപ്പോൾ ഫുഡിന്റെ കാര്യം എനിക്ക് എത്ര പറഞ്ഞാലും കഴിയില്ല. ഒരുപാട് റെക്കമെൻഡേഷൻസ് അതൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് പോകാൻ പാടായിരിക്കും, അത് ഉള്ളിലേക്കൊക്കെയാണ്. പിന്നെ ടെർമിനൽ 21 ഫുഡ് കോർട്ട്, നിങ്ങൾക്ക് സ്ട്രീറ്റ് ഫുഡ് AC ഇരുന്ന് കഴിക്കണമെങ്കിൽ ആ ടെർമിനൽ 21, ഞാൻ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്, ടെർമിനൽ 21 ഫുഡ് കോർട്ടിൽ പോയി കഴിക്കുക. എല്ലാം നല്ല സ്ട്രീറ്റ് ഫുഡ് അവിടെ AC കംഫർട്ട് കിട്ടും, വളരെ ചീപ്പാണ്. എനിക്കൊന്നും നിങ്ങൾക്ക് ഈസി ആയിട്ട് 2 പേർക്കൊക്കെ 500 രൂപയുടെ അടിയിൽ കഴിക്കാൻ പറ്റും. അപ്പൊ ഫുഡിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ അത് പറഞ്ഞിരിക്കും. അപ്പൊ അത് കഴിഞ്ഞോട്ടെ. പിന്നെ നിങ്ങൾക്ക് സപ്പോസ് ബീച്ച് സൈഡ് ഇഷ്ടമാണെങ്കിൽ ബാങ്കോക്കിൽ ബീച്ച് ഇല്ല. ഇതിൽ 3 സ്ഥലങ്ങളാണ് ബാങ്കോക്കിന്റെ അടുത്തുള്ളത്. ഒന്ന് ഫുക്കറ്റ്, ഒന്ന് പട്ടായ, ഒന്ന് ഹുവാ ഹിൻ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഫുക്കറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഏറ്റവും ഭംഗിയുള്ള ബീച്ചസ് അതാണ്. ഒരു ഫ്ലൈറ്റ് എടുത്തേ പോകാൻ പറ്റുള്ളൂ. അപ്പം ചിലപ്പോൾ ഓഫറൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 2000 രൂപയ്ക്ക് പോയിട്ട് വരാൻ പറ്റും ബാങ്കോക്കിൽ നിന്ന് ഫുക്കറ്റിലേക്ക്. അപ്പോൾ ഫുക്കറ്റിൽ കുറച്ചും കൂടെ ക്ലാസിയർ ഡെസ്റ്റിനേഷൻ ആണ്. പട്ടായ ടോട്ടലി ഒരു പാർട്ടി ഡെസ്റ്റിനേഷൻ ആണ്. ബീച്ച് വലിയ സുഖമില്ല, പക്ഷെ അവിടെയും ബീച്ച് സ്പോർട്സ് ഒക്കെ ചെയ്യാൻ പറ്റും. പട്ടായ ആണെങ്കിൽ 3 മണിക്കൂർ നമുക്ക് കാറിൽ പോവാം. ആൻഡ് അതുപോലെ തന്നെ ഹുവായിൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അത് ഭയങ്കര കാം സ്ഥലമാണ്. പണ്ട് റോയൽ ഫാമിലി ഒക്കെ ഹോളിഡേ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് ഹുവായിൻ. അപ്പോൾ അത് ഭയങ്കര ചീപ്പാണ്. ഞാൻ ഇത്തവണ അവിടെയാണ് പോയത്, ഹുവായിനിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ എനിക്ക് എന്റെ ഹോട്ടലിൽ കാണിക്കാൻ പറ്റിയില്ല, പക്ഷെ 4500 രൂപയ്ക്ക് നോവോട്ടൽ എന്ന് പറഞ്ഞൊരു 5 സ്റ്റാർ പ്രോപ്പർട്ടി ബീച്ച് ഫ്രണ്ടിലാണ്, ഇൻക്ലൂഡിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് അതല്ലാതെ ഒരു ലോഞ്ച് ആക്സസ് ഒക്കെ ഉണ്ട്. എല്ലാം ഈ റേറ്റിൽ ഉൾപ്പെടെയാണ്. 3 സ്വിമ്മിംഗ് പൂൾ എല്ലാം കൂടെ 4500 രൂപയുള്ളൂ. ഈ ലോഞ്ചിൽ അൺലിമിറ്റഡ് ഫുഡും ഡ്രിങ്ക്സും എല്ലാം ഉണ്ട് ത്രൂ ഔട്ട് ദ ഡേ, രാത്രി 8 മണി വരെയൊക്കെ. അപ്പൊ ഭയങ്കര ചീപ്പാണ്. ഹുവായിനും ഭയങ്കര കാം സ്ഥലമാണ്, അവിടെയും കുറച്ച് ബീച്ച് സ്പോർട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ബീച്ച് പോകണമെങ്കിൽ ഈ 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അപ്പൊ ബാങ്കോക്കിൽ ഏകദേശം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എത്ര ആൾ പിടിച്ച് കാണുന്നതല്ല, ഒരു റിലാക്സ് ചെയ്ത് കാണണമെങ്കിൽ ഈസി ആയിട്ട് ഒരു 4-5 ദിവസം എടുക്കുക. ആൻഡ് ഈ പട്ടായ ഫുക്കറ്റ് എവിടെ പോയാലും ഒരു 2-3 ദിവസം, ഒരാഴ്ച എടുത്തു കഴിഞ്ഞാൽ ശരിക്കും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഒരു ധൃതി ഇല്ലാതെ റിലാക്സ് ചെയ്ത് ഇതെല്ലാം കാണാം. പിന്നെ വേറെ കുറച്ച് ടിപ്സ്, നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ 12 മണിക്കൊക്കെ ആയിരിക്കും ചെക്ക്ഔട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് എക്സ്ട്രാ പൈസ വരും, ഒരു ദിവസം എക്സ്ട്രാ കൊടുക്കേണ്ടി വരുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 1000 ബാത്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാങ്കോക്കിലാണെങ്കിൽ നിങ്ങൾക്ക് 2 മോൾസിൽ പോകും, ഒന്നില്ലെങ്കിൽ MBK അല്ലെങ്കിൽ ടെർമിനൽ 21 എന്ന് പറഞ്ഞ മോളിൽ പോകും. അവിടെ ഈ ബാഗേജ് കൗണ്ടേഴ്സ് ഉണ്ട്, നമ്മുടെ ലഗേജ് കൊണ്ടുപോയി അവിടെ വെക്കാം. 100 ബാത്തും കാണ്ടേ ഉള്ളൂ. എന്നിട്ട് പുള്ളി അവിടെ നിന്ന് കറങ്ങിയിട്ട് വൈകുന്നേരം 6 മണിയോ അല്ലെങ്കിൽ 5 മണിയാകുമ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ മതി നമുക്ക് എയർപോർട്ടിലേക്ക് എത്താൻ. എയർ ഏഷ്യ ആണെങ്കിൽ BMK എയർപോർട്ട് ആണെങ്കിൽ 1 മണിക്കൂർ മതി. അപ്പൊ നമുക്ക് ആ പൈസ സേവ് ചെയ്യാം. കുറച്ച് ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് നടത്തിയിട്ട് മോളിൽ നിന്ന് നേരെ വരാം. അല്ലെങ്കിൽ നിങ്ങൾ ബാഗേജ് റിസപ്ഷനിൽ ചോദിക്കുക, ഞങ്ങൾ ഇവിടെ കൗണ്ടറിൽ വെച്ചോണ്ടിരുന്നു, മിക്ക ഹോട്ടലിൽ സമ്മതിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ചിട്ട് നിങ്ങളൊന്ന് കറങ്ങിയിട്ട് അവിടെ വന്നിട്ട് തിരിച്ചു പോവാം. അപ്പൊ ഒരു ദിവസത്തെ ഹോട്ടൽ റെന്റ് നമുക്ക് ലാഭിക്കാം. പിന്നെ മെയിൻ ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് സ്കാംസ്. ഈ പട്ടായ ബീച്ച് സ്പോർട്സിന് പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും ജെറ്റ്സ്കി എടുക്കരുത്. കാരണം ജെറ്റ്സ്കി എടുത്തു കഴിയുമ്പോൾ മിക്കവാറും പറ്റുന്നത് അവർ പറയും നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ കുഴപ്പം കാണില്ല, തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവിടെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ 50,000 രൂപ 60,000 രൂപ വാങ്ങും. അപ്പൊ എന്തുണ്ടെങ്കിലും അൺലെസ് ഇറ്റ്സ് ഹോട്ടൽസിന്റെ ജെറ്റ്സ്കി അല്ലാതെ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റോ അല്ലെങ്കിൽ
ടൂറിസ്റ്റ് സ്കൗട്ടിന്റെയോ അല്ലെങ്കിൽ ഏജന്റിന്റെ ഒക്കെ ജെറ്റ് സ്കി ആണെങ്കിൽ അവോയ്ഡ് ചെയ്യുക, ഭയങ്കര റിസ്ക് ആണ്. ബാക്കിയുള്ള ഒന്നും കുഴപ്പമില്ല, ജെറ്റ് സ്കീസ് ടോട്ടലി അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മളെ ബാങ്കോക്കും പട്ടായൊക്കെ പോകുമ്പോൾ റോട്ടിൽ നിന്ന് നമ്മളെ ബാർസിലേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ വിളിക്കും. അപ്പൊ അവർ ഡ്രിങ്ക് ഫ്രീ തരാം അല്ലെങ്കിൽ 50% ഓഫ് തരാം എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അങ്ങനെ വിളിക്കുന്ന സ്ഥലത്തേക്ക് ഒരിക്കലും പോകരുത്. കാരണം അവരുള്ള എന്തായാലും പറ്റിക്കും. അവര് ആദ്യത്തെ ഒരു ഡ്രിങ്കിന് ചിലപ്പോൾ കുറച്ച് റേറ്റ് പറയും, അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബില്ല് വരുമ്പോൾ ഭയങ്കര ഡിഫറെന്റ് റേറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഹോട്ടൽസിലേക്കാണെങ്കിലും അവർ കൊണ്ടുപോയി കഴിയുമ്പോൾ ബാക്കി ഒരു സാധനത്തിന്റെ റേറ്റ് കുറവായിരിക്കും, ബാക്കിയെല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുപോകുന്ന സ്ഥലത്തേക്ക് എല്ലാം അവോയ്ഡ് ചെയ്യാം. സെയിം തിങ് വിത്ത് ടാക്സീസ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് അവിടുത്തെ ഓട്ടോറിക്ഷാസ് ആണ്. ഇത് രണ്ടും നമ്മൾ വിളിച്ച് ഇങ്ങനെ സ്ഥലങ്ങൾ കാണിക്കാം, പകുതി റേറ്റ് കൊണ്ടുപോകാം എന്നൊക്കെ പറയുന്നിടത്ത് ടോട്ടലി അവരെയൊക്കെ അവോയ്ഡ് ചെയ്യുക. ജെന്യൂൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ വെബ്സൈറ്റ്സിൽ കൂടെ ഗ്രൂപ്പിൽ കൂടെ ബുക്ക് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഹോട്ടൽസിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓത്തറൈസ് ട്രാവൽ ഏജൻസി കൂടെ നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഒക്കെ പ്ലാൻ ചെയ്യുക. പിന്നെ ഇത്രയേ ഉള്ളൂ എനിക്ക് ഷെയർ ചെയ്യാനായിട്ട്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ ഞാൻ അതിനുള്ള ആൻസേഴ്സും തരാം. അപ്പോൾ എൻജോയ് ട്രിപ്പ് ടു ബാങ്കോക്ക്. ആൻഡ് നിങ്ങൾ വന്നിട്ട് നിങ്ങൾ എന്തായാലും പറയുന്നതായിരിക്കും നിങ്ങളുടെയും ഫേവറേറ്റ് രാജ്യം ബാങ്കോക്ക് തന്നെയാണ്. അപ്പോൾ ബൈ ബൈ.